ഇന്നൊരു ഈസി ചിക്കൻ കറി റെസിപ്പി കണ്ടാലോ? ഞങ്ങൾക്കിന്ന് ലഞ്ചിന് ചിക്കൻ കറിയും കപ്പയും ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ചിക്കൻ കറിയുടെ റെസിപ്പി ഇട്ടാലോ. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച്, നമ്മൾ കടുകൊന്നും പൊട്ടിക്കാറില്ല. കടുക് പൊട്ടിക്കുന്നവർക്ക് കടുക് പൊട്ടിക്കാം. നേരെ ഡയറക്റ്റ് ഞാൻ ഇട്ടിരിക്കുന്നത് വെളുത്തുള്ളിയാണ്. നീളത്തിൽ അരിഞ്ഞ വെളുത്തുള്ളി ഇഞ്ചിയുമാണ് ഇട്ടത്. ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ടേക്കുന്നത്. വേണമെങ്കിൽ നീളത്തിൽ അരിഞ്ഞിടാം. ചിലപ്പം കറിക്കിടയിൽ കടിക്കുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ടായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു അത് കുഞ്ഞ് ഇവിടെ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ വെച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്തത് പച്ചമുളകാണ്. ആവശ്യത്തിന് പച്ചമുളക്, സവാളയും ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിനുശേഷം ഒരു പകുതി തക്കാളി, കേട്ടോ, വലിയ തക്കാളി ആണെങ്കിൽ അതിൻ്റെ പകുതി, ചെറിയതാണെങ്കിൽ ഒരു ഫുൾ തക്കാളി ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വാടുന്നത് വരെ വെയിറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികൾ എന്തൊക്കെയാണ് എടുക്കേണ്ടത് നോക്കാം. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. ചിക്കൻ മസാല വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇതിൽ ചിക്കൻ മസാല ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇത്രയും പൊടികൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വെയിറ്റ് ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് ചിക്കൻ, ഇത് 1 കിലോ ചിക്കനുണ്ട്. മീഡിയം പീസായിട്ട് അരിഞ്ഞാണ്, കട്ട് ചെയ്താണ്. അതൊന്ന് ജസ്റ്റ് അരപ്പൊക്കെ ഒന്ന് പരട്ടി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ചൂടുവെള്ളം ഒഴിക്കണേ. 1 കപ്പ് ചൂടുവെള്ളം ആവശ്യത്തിന്. ഗ്രേവി വേണ്ടതനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് ഇളക്കി മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കണം, കേട്ടോ. അതിൽ ഞാൻ മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ ഒരു സീക്രട്ട്. ഞാൻ കുറച്ച് കാഷ്യൂ ചൂടുവെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 എണ്ണം. അത് ഞാൻ നന്നായിട്ട് മിക്സിയിൽ അരച്ച്, വേണമെങ്കിൽ അരിച്ച് ചേർക്കാം. ഞാൻ അരിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഡയറക്റ്റ് അതിനകത്തോട് ചേർത്തു. എന്നിട്ട് അതൊന്ന് ഇളക്കി വേവുന്നത് വരെ വെയിറ്റ് ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട്, അപ്പം ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങും. എന്നിട്ട് നമുക്ക് കഴിക്കാം. ഞങ്ങൾ കപ്പ കൂട്ടിയാണ് കഴിച്ചത്.